ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെപ്ഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിന് എതിരായിട്ടുള്ള വാദഗതികൾ, ചോദന നിയമത്തിനെതിരായ വാദഗതികൾ എന്നാണ് പറയുന്നത്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് എന്താണ്? ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്നാണ്. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ചോദന നിയമം. പക്ഷേ ചില സമയങ്ങളിൽ ലോ ഓഫ് ഡിമാൻഡിന് എതിരായിട്ടുള്ള ചില വാദഗതികളും ഉയർന്നു വരാറുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഗിഫൺ ഗുഡ്സ്. സർ റോബർട്ട് ഗിഫൺ കൊണ്ടുവന്നതാണ് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്ന വസ്തുത. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ്, ഗിഫൺ ഗുഡ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സിന്റെ കാര്യത്തിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതിന് കാരണം ഈ പറയുന്ന ഇൻഫീരിയർ ഗുഡ്സ് പ്രധാനമായിട്ടും ഈ പുവർ പീപ്പിളാണ് വാങ്ങുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അവർ കൂടുതലായിട്ട് ഇൻഫീരിയർ ഗുഡ്സ് പ്രിഫർ ചെയ്യുന്നു എന്ന് മാത്രം. എപ്പോഴെങ്കിലും ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അവർ വീണ്ടും അത് കൂടുതലായിട്ട് വാങ്ങുന്നില്ല, പകരം അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം കൊണ്ട് സുപ്പീരിയർ കമ്മോഡിറ്റീസ് വാങ്ങാനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല അവർ വാങ്ങുന്നത്, അവരുടെ ഇൻകം കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയാണ്. അത് പ്രൈസ് കൂടുമ്പോൾ മാത്രമേ അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ ഗിഫൺ ഗുഡ്സിന്റെ കാര്യത്തിൽ ലോ ഓഫ് ഡിമാൻഡിന് എതിരാണ് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് നെസസിറ്റീസ് ഓഫ് ലൈഫ്. നെസസിറ്റീസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ. ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫുഡ്, മെഡിസിൻ എക്സെട്ര. അപ്പോൾ ഇവയുടെ കാര്യത്തിൽ പ്രൈസ് കുറയുന്നത് കൊണ്ട് നമ്മളത് കൂടുതൽ വാങ്ങുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ മെഡിസിനൊക്കെ ആണെങ്കിൽ പ്രൈസ് കുറയുന്നതുകൊണ്ട് അത് കൂടുതൽ വാങ്ങുന്നില്ല, അത് ആവശ്യത്തിന് മാത്രമേ വാങ്ങുന്നുള്ളൂ. ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ, ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, അതായത് അതിൻ്റെ പ്രൈസ് കൂടിയും ചോദിച്ചാൽ അത് വാങ്ങാതിരിക്കുന്നില്ല. അപ്പോൾ ജീവിതത്തിലെ അത്യാവശ്യങ്ങൾക്ക് എപ്പോഴും എന്താണ്? ലോ ഓഫ് ഡിമാൻഡിന് എതിരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സ്റ്റാറ്റസ് സിംബൽ കമ്മോഡിറ്റീസ്. സ്റ്റാറ്റസ് സിംബൽ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസിനെ ഉയർത്തി നിർത്തുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്, പിന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അത് വളരെ എക്സ്പെൻസീവ് ആകുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് ഉയർന്നതായിട്ട് അവർക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് കാണിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ അവയുടെ പ്രൈസ് ഉയരുമ്പോഴാണ് അതിൻ്റെ ഡിമാൻഡ് ഉയരുന്നത്. അപ്പോൾ അത്രയും വില കൂടിയ സാധനം ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഇടയിൽ വരുന്നു. അവിടെയും എന്താണ്? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇതും ലോ ഓഫ് ഡിമാൻഡിന് എക്സെപ്ഷനാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പ്രൈസ് എക്സ്പെക്ടേഷൻസ്. പ്രൈസ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. അതായത് ഒരു സാധനത്തിന് വില വർദ്ധിക്കുന്നു എന്ന് കരുത്, അപ്പോൾ നമ്മൾ വിചാരിക്കും അത് കുറച്ച് വാങ്ങിയാൽ മതി എന്നാണ് സാധാരണ കമ്മോഡിറ്റീസിന്റെ കാര്യത്തിൽ പറയാം. പക്ഷേ സ്വർണത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊക്കെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾ അത് കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുകയാണ്. കാരണം ഫർദർ റൈസ് ഇൻ പ്രൈസ് ഇൻ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ വീണ്ടും വില ഉയരുമെന്ന് അവർ എന്താണ് ചിന്തിക്കുകയാണ്. അതേസമയം സ്വർണത്തിന്റെ വില കുറയുകയാണെങ്കിലോ ആളുകൾ അധികം അത് വാങ്ങാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്? അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ്? പ്രൈസ് ഇനിയും ഡിക്രീസ് ചെയ്യും ഭാവിയിൽ എന്ന് വിചാരിച്ച് അവർ വാങ്ങാതിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്വർണത്തിന്റെ കാര്യത്തിൽ വില കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടി. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഷെയറിന്റെ വില കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഡിമാൻഡ് എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ലോ ഓഫ് ഡിമാൻഡിനെ എക്സെപ്ഷൻ ആയിട്ട് പറയാം. അടുത്തതായിട്ട് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞത, അല്ലെ? കൺസ്യൂമേഴ്സിന് ചില കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. അവരെന്താണ്? വില കൂടിയ മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ വാങ്ങിയെന്ന് വരാം. അപ്പോൾ അതും അതിന് എക്സെപ്ഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോ ഓഫ് ഡിമാൻഡിനെ എക്സെപ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.